നമ്മൾ ശ്വസനത്തിന് രണ്ട് നാഡികളെയാണ് ഉപയോഗിക്കുന്നത്, ഇട പിങ്കള. എന്നാൽ നമ്മൾ ദീക്ഷയോടുകൂടി സാധകൻ ഇട പിങ്കള നാഡികളെ മറികടന്ന് പൂർണ്ണമായും സുഷുമ്നയിലൂടെ ശ്വാസത്തെ എടുക്കാനും വിടാനും പഠിക്കും. ഈ വഴി പോയാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ധർമ്മങ്ങൾക്ക് പൂരകമായി നമുക്ക് മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്താൻ സാധിക്കുള്ളൂ. സ്വാമി ശ്രീയുത് പ്രബോധാനന്ദനാഥ് സ്വാമിജി ABCയിലേക്ക് സ്വാഗതം. ഹംസവിദ്യ ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, എന്താണ് ഹംസവിദ്യ, അതിൻ്റെ ഉത്ഭവം എന്താണെന്നുള്ളത് ഒന്ന് വിശദീകരിക്കാമോ? ഭാരതത്തിലെ മുനിമാർ കുടുംബങ്ങളോടൊപ്പം ജീവിച്ച് മോക്ഷത്തിന് വേണ്ടി ഉപാസിച്ചിരുന്ന വിദ്യയായിരുന്നു ഹംസവിദ്യ. ഈ വിദ്യ കൃതയുഗത്തിൽ സത്യയുഗം എന്ന് പറഞ്ഞ യുഗത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ആ യുഗത്തിൽ എല്ലാ ആളുകളും ആചരിച്ചു എന്നാണ് ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒന്നിനെയും നിഷേധിച്ചിട്ടില്ല. ഭാര്യയോടും മക്കളോടും കൂടെ ഇരുന്ന് സാധാരണ ഒരു ഗൃഹസ്ഥനെ പോലെ ജീവിക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ വിദ്യയുടെ ഉപാസന കൊണ്ടുപോവുക. എന്നിട്ട് തൻ്റെ ധർമ്മങ്ങളെല്ലാം നിർവഹിച്ചു കഴിഞ്ഞാൽ, മക്കളൊക്കെ കല്യാണം കഴിച്ച് അവർക്ക് മക്കളായി കഴിഞ്ഞാൽ ആ കാര്യങ്ങളിൽ നിന്ന് മാറി ആ വീട്ടിൽ തന്നെ ഇരുന്ന് സാധനയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുക്തനാകുക എന്നുള്ളതാണ് ഭാരതീയ പാരമ്പര്യം. അപ്പം അതിന് അന്നത്തെ മുനിമാർ ഈ വിദ്യയായിരുന്നു ആചരിച്ചിരുന്നത്. യുഗങ്ങൾ ഇങ്ങോട്ട് പോയി. ത്രേതായുഗം കഴിഞ്ഞു, കൃതയുഗം കഴിഞ്ഞു, ത്രേതായുഗം വന്നു. ഈ ത്രേതായുഗത്തിൻ്റെ ആരംഭത്തിലാണ് ഇത്രയും യാഗയജ്ഞങ്ങളുണ്ടായത് എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. വിഗ്രഹാരാധന ഉണ്ടായതും ഈ കാലഘട്ടത്തിലാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള വളരെ ധർമ്മിഷ്ഠരായിട്ടുള്ള ആളുകളുടെ ജീവിത രീതിയിലെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു വിദ്യയായിരുന്നു ഹംസവിദ്യ. ഈ വിദ്യ കൈമോശം വന്നു പോയിട്ടില്ല, പരമ്പരയായി നിലനിൽക്കുന്നുണ്ട്. അപ്പം ഗുരു ശിഷ്യൻ്റെ കാതുകളിലേക്കാണ് ഇത് പകർന്നു കൊടുക്കുന്നത്, ഈ രഹസ്യം പകർന്നു കൊടുക്കുന്നത് അതീവ രഹസ്യമായിട്ട്. പ്രത്യേകിച്ച് ഉപാധികളൊന്നുമില്ല. സാധാരണയിൽ നമ്മളിപ്പം ആധ്യാത്മിക രംഗത്ത് ഒരു ഗുരുവിൻ്റെ അടുത്ത് വിദ്യയ്ക്ക് പോകുമ്പോൾ അല്ല ദീക്ഷയ്ക്ക് പോകുമ്പോൾ ദക്ഷിണ കൊടുക്കുക എന്ന് പറഞ്ഞ രീതിയുണ്ട്. ഹംസവിദ്യയിൽ അതില്ല. എന്നാൽ അവിടെ അറിയപ്പെടാതെ വേറൊരു വിനിമയം ശിഷ്യൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. അത് ശിഷ്യൻ്റെ ദുർഗുണങ്ങളാണ്. ശിഷ്യനിൽ നിന്ന് ആ ദുർഗുണങ്ങളെ സ്വീകരിച്ച് തൻ്റെ സാധനാബലത്തിൻ്റെ പിന്തുണയോടുകൂടി ഇതിനെ നശിപ്പിക്കാൻ ഉള്ള കഴിവ് ഗുരുവിനുണ്ട്, അതുണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് കൂടെയാണ്. ഇപ്പോൾ ഈ വിദ്യ പകർന്നു കൊടുക്കുന്നത് 12 ദിവസങ്ങളിൽ 12 പകലുകളിൽ മൗനിയായിരുന്നു ഉപവസിക്കണം ഒരാൾ. കണ്ടിന്യൂസ് 12 ദിവസങ്ങളിലാണോ? അല്ല, ആഴ്ചയിൽ 1 വീതം മതി. അപ്പോൾ അതിനു മുമ്പ് മത്സ്യമാംസാദികളൊക്കെ വർജിക്കണം. ലഹരികൾ ഉണ്ടെങ്കിൽ പുകവലി, വെറ്റില മുറുക്ക്, മദ്യപാനം എല്ലാം കളയണം. എന്നിട്ട് ഇത് കഴിഞ്ഞു വരുന്ന ഒരു സാധകന്, ഒരു ഉപാസകന് ഈ വിദ്യ പകർന്നു കൊടുക്കുന്ന രീതിയാണ് ഇപ്പം നിലവിലുള്ളത്. ഇതിൻ്റെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ, മുൻകാലങ്ങളിൽ 12 വർഷം ഗുരുകുലത്തിൽ സേവ ചെയ്തിരുന്ന വിദ്യാർത്ഥിക്ക് ഗുരു രഹസ്യമായിട്ട് ഉപദേശിച്ചു വരുന്നതിൻ്റെ പഴയ രീതി ഇപ്പോൾ അത് നടപ്പില്ല, കാലം മാറി. അപ്പോൾ കാലത്തിനിണങ്ങുന്ന രീതിയിൽ ഈ വ്യവസ്ഥയെ ഇപ്പോഴത്തെ നിലവിലുള്ള നേരത്തെ ഉണ്ടായിരുന്ന ആചാര്യന്മാരൊക്കെ ചിട്ടപ്പെടുത്തിയ പ്രകാരമാണ് ഇപ്പം ഈ വിദ്യ പകർന്നു നൽകുന്നത്. ഹംസവിദ്യ എന്ന് പറഞ്ഞാൽ ഹംസമന്ത്രത്തെ ആശ്രയിച്ചുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കി ധ്യാന, ധാരണ, സമാധികളിലൂടെ കടന്നു പോകുക എന്നുള്ളതാണ് വിദ്യയുടെ രഹസ്യം. അപ്പോൾ അത് ശരീരത്തിലെ സൂക്ഷ്മ ശരീരമുണ്ടല്ലോ, സൂക്ഷ്മ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന പ്രാണന്റെ ധർമ്മങ്ങളെ ആശ്രയിച്ചു കൊണ്ടാണ് ആ ക്രമമുള്ളത്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്കുള്ള നിശ്വാസത്തോടു കൂടിയുള്ള കരച്ചിലാണ് കേൾക്കുന്നത്. പിന്നെ അകത്തേക്ക് ശ്വാസം എടുക്കും. അപ്പോൾ പുറത്തേക്കുള്ള നിശ്വാസത്തിൽ നമ്മൾ ഹം എന്ന മന്ത്രത്തെ ഭാവന ചെയ്യുകയാണ്. തിരിച്ച് ശ്വാസം അകത്തേക്ക് വരുമ്പം അതിനെ സാ എന്നിങ്ങനെ നീട്ടി ഭാവന ചെയ്യുകയാണ്. ഇങ്ങനെ ഹംസ എന്ന ക്രമത്തിൽ
എല്ലാ ജീവികളും ജനനം മുതൽ മരണം വരെ അഖണ്ഡമായി ഇതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സ് കേന്ദ്രീകരിക്കേണ്ടത് ഇവിടെയാണ്, അവനവൻ്റെ ശ്വാസപ്രക്രിയയിലാണ്. മനസ്സിനൊരു പ്രത്യേകതയുണ്ട്, അത് കുരങ്ങൻ്റെ മാതിരിയാണ്, ഇങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ശ്വാസത്തോടും പ്രശ്വാസത്തോടും മനസ്സിനെ ചേർത്ത് നിർത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ മന്ത്രാക്ഷരങ്ങളെ ഭാവന ചെയ്യുന്നത്. അപ്പോൾ ഹംസമന്ത്രം എന്ന് പറയുമ്പം നമ്മൾ ഹംസ ഹംസ എന്നിങ്ങനെ പറയുമ്പം ഈ രണ്ട് മന്ത്രങ്ങൾക്കിടയിൽ ഒരു വിടവ് കാണാം. അതിന് മന്ത്രശാസ്ത്രങ്ങളിൽ ചിഹ്നത്വം എന്നാണ് പറയുന്നത്. ഈ ചിഹ്നത്വം മന്ത്രത്തിൻ്റെ ദോഷമാണ്. അത് അഖണ്ഡമായി ആരംഭിച്ചു കഴിഞ്ഞാൽ അവസാനം വരെ നമ്മൾ തൈലധാര പോലെ മന്ത്രത്തെ ഭാവന ചെയ്യാൻ സാധിക്കണം. അങ്ങനെ മന്ത്രത്തെ ഭാവന ചെയ്യുന്ന രീതിയെയാണ്, അല്ലെങ്കിൽ ആ മന്ത്രം അങ്ങനെ ഭാവന ചെയ്ത് ജപിക്കുമ്പോഴാണ് ആ മന്ത്രം ഗായത്രിയാവുന്നത്. ഗാനം എന്ന് പറയുന്നത് ആദ്യം മുതൽ അവസാനം വരെ അഖണ്ഡമായി മന്ത്രത്തെ ജപിക്കാതെ ജപിക്കുന്ന രീതിയാണ് യോഗമാർഗത്തിലുള്ളത്. അങ്ങനെയാണ് മന്ത്രം ഗായത്രിയാകുന്നത്. അപ്പോൾ ഹംസമന്ത്രത്തിലെ ഈ ഒരു വിടവ് നികത്താൻ വേണ്ടി, ചിഹ്നത്വം എന്ന് പറയുന്ന ഈ ദോഷം കളയാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ തിരിച്ച് സോഹം എന്ന ഭാവത്തിലാണ് ജപിക്കുന്നത്. ശ്വാസം അകത്തേക്ക് അടക്കുമ്പോൾ സോ എന്നും പുറത്തേക്ക് പോകുമ്പോൾ ഹം എന്നും ജപിക്കും. ഇത് പൊതുവിൽ പറയുന്ന കാര്യമാണ്, പക്ഷേ ഇതിൻ്റെ പ്രായോഗികത ഇങ്ങനെയല്ല. അത് ദീക്ഷാ സമയത്ത് ഈ രഹസ്യമാണ് ഗുരു ശിഷ്യന് പകർന്നു കൊടുക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഒന്നുകൂടിയും തുറന്നു പറയുകയാണെങ്കിൽ നമ്മൾ ശ്വസനത്തിന് 2 നാഡികളെയാണ് ഉപയോഗിക്കുന്നത്, ഇടപിംഗള. എന്നാൽ നമ്മൾ ദീക്ഷയോടുകൂടി സാധകൻ ഇടപിംഗള നാഡികളെ മറികടന്ന് പൂർണ്ണമായും സുഷുമ്നയിലൂടെ ശ്വാസത്തെ എടുക്കാനും വിടാനും പഠിക്കും. ഈ വഴി പോയാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ധർമ്മങ്ങൾക്ക് പൂരകമായി നമുക്ക് മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്താൻ സാധിക്കുള്ളൂ. അല്ല എങ്കിൽ അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ ചിത്തഭ്രമമാണ്. മന്ത്രസാധന ഇപ്പം ഗുരുഗീതയിലൊക്കെ പറയുന്നുണ്ട്, സപ്തകോടി മഹാമന്ത്രം ചിത്തഭ്രംശനകാരകം എന്ന് പറയുന്നതിൻ്റെ രഹസ്യം ഇതാണ്. മന്ത്രം ഉപദേശിക്കുന്ന ഗുരു അതിനെ പ്രത്യേക ക്രമത്തിൽ അറേഞ്ച് ചെയ്യണം, ശ്വാസത്തിലും പ്രശ്വാസത്തിലും. മന്ത്രാക്ഷരങ്ങളെ 3 രീതിയിൽ തിരിക്കണം ആദ്യം. അതിനു മുമ്പ് ശിവം, ശക്തി, ഉഭയം. അപ്പോൾ ഇതിൽ ശിവാക്ഷരങ്ങളെ, ശക്തി അക്ഷരങ്ങളെ അപാനനിൽ, അതായത് അകത്തേക്ക് കിടക്കുന്ന വായുവിൽ ശക്തി അക്ഷരങ്ങളെയും പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ മുകളിലേക്ക് പോകുന്ന പ്രാണനിൽ ശിവാക്ഷരങ്ങളെയും ഹോമിക്കണം. ഇനി മന്ത്രത്തിൽ നപുംസകമായിട്ടുള്ള അക്ഷരം വരികയാണെങ്കിൽ ഈ നപുംസക അക്ഷരത്തെ താളം ചിട്ടപ്പെടുത്താൻ വേണ്ടി സാധകൻ്റെ സൗകര്യത്തിനനുസരിച്ച് എവിടെ വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. ഈ ക്രമത്തിൽ മന്ത്രം ജപിച്ചാലല്ലാതെ കോടി കൽപ്പകാലം മന്ത്രം ജപിച്ചാലും മന്ത്രത്തിന് ഫലം ഉണ്ടാകില്ല എന്ന് അഗസ്ത്യ മഹർഷി അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഹംസമന്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി മനസ്സിനെ ഏകാഗ്രമാക്കുന്ന രീതിയാണ് ഹംസവിദ്യ. ഈ ഹംസവിദ്യയിൽ 2 ധാരകളുണ്ട്, സകളം, നിഷ്കളം. ഹംസവിദ്യയുടെ സകളമാർഗമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി നിഷ്കളം എന്ന് പറഞ്ഞ വേറെ ഒരു സമ്പ്രദായമുണ്ട്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. വടകരയിലെ സിദ്ധാശ്രമം ആ നിഷ്കല സമ്പ്രദായത്തിലാണ്. അവർക്ക് മന്ത്രങ്ങളില്ല. പിന്നെ ശരീരത്തിൽ നമ്മളിപ്പോൾ മൂലാധാരം എന്ന് പറയുമ്പം ഹംസയോഗിക്ക് മണിപൂരകമാണ് മൂലാധാരം. സിദ്ധവിദ്യാർത്ഥിയുടെ മൂലാധാരം മുകളിൽ തലയിലാണ്. ഇങ്ങനെ ചില വ്യത്യാസങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അടിസ്ഥാനപരമായിട്ട് ഈ ധാരാളം ഐക്യം ഈ 2 സമ്പ്രദായങ്ങളിലുണ്ട്. വടകരയിൽ ശിവാനന്ദ പരമഹംസർ സിദ്ധ ആശ്രമം സ്ഥാപിച്ച കാലത്ത് തന്നെയാണ് ഹംസവിദ്യയുടെ പ്രചാരകനായിട്ട് സ്വാമി ശ്രീയുത് ഭൈരവാനന്ദ യോഗീന്ദ്രനാഥ് കഴക്കൂട്ടത്ത് ഹംസവിദ്യ ഗുരുകുലം സ്ഥാപിച്ചിട്ട് വിദ്യ പ്രചരിപ്പിച്ച് തുടങ്ങിയത്. അപ്പോൾ ആ പരമ്പരയിൽ വരുന്ന ആളാണ് ഞാനും. അപ്പോൾ കേരളത്തിൽ ഇന്ന് ഹംസവിദ്യ ഗുരുകുലം എന്ന പേരിൽ ഹംസവിദ്യ ഇങ്ങനെ ഈ മൂല്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ മൂല്യങ്ങൾ നിലനിർത്തുക എന്ന് ഞാൻ പറയാൻ കാരണം, ഹംസയോഗിയെ സംബന്ധിച്ച് ഹംസവിദ്യ ഒരു പ്രൊഫഷനല്ല. അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ ജീവൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, അതോടൊപ്പം സമൂഹത്തിൻ്റെ ജീവൻ്റെയും ഉയർച്ചയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സേവനം മാത്രമാണ്.
അതിൽ കൊള്ളക്കൊടുക്കുകളൊന്നുമില്ല. ആകപ്പാടെ നേരത്തെ പറഞ്ഞ പോലെ ശിഷ്യൻ്റെ ദൂഷ്യവശങ്ങളെയാണ് സ്വീകരിച്ച് ശിഷ്യനെ ശുദ്ധനാക്കി വിടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സമ്പ്രദായം ഇന്ന് നിലവിൽ നാം കാണുന്ന ആധ്യാത്മികത എന്ന് പറയപ്പെടുന്ന രീതിയിൽ നിന്നും ഒട്ടനവധി വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അങ്ങേയറ്റം ശ്രേഷ്ഠമായൊരു വിദ്യ കൂടെയാണ്. ഈ ഹംസവിദ്യ സാധാരണപ്പെട്ട ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ ഉള്ള ഉപയോഗം എന്താണ്? ഇപ്പം നമ്മളിത് പ്രൊമോട്ട് ചെയ്യുകയോ പറയുകയോ ചെയ്യുന്ന സമയത്ത് ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്നത് എനിക്കെന്താണ് ഉപയോഗം? നമ്മുടെ ജീവിതത്തിൽ സന്തോഷമായാലും സന്താപമായാലും അതിന് കാരണക്കാരൻ മനസ്സാണ്. അതെ അതെ അതെ. ഈ സന്തോഷത്തിന് വേറെ ഒരു ന്യൂനതയുണ്ട്. അതിന് വിപരീത ഭാവമായിട്ട് ദുഃഖമുണ്ട്, സന്താപം വരുന്നുണ്ട്. ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സ് അനുഭവിക്കുന്നത് കൊണ്ടാണ് ഈ രണ്ടും നമ്മളും അനുഭവിക്കുന്നത്, ജീവൻ അനുഭവിക്കുന്നത്. അപ്പോൾ ഈ ഹംസവിദ്യ എന്ന് പറയുന്ന ഇത് പ്രാണായാമക്രമം, അജപാവിദ്യ എന്ന് പറയും, അന്തർമുഖ പ്രാണായാമം എന്നൊക്കെ പറയും. ഇത് ചെയ്തു കഴിഞ്ഞാൽ സാധകൻ്റെ മനോമലങ്ങൾ നശിച്ചു പോകും. മനോമലങ്ങൾ നശിക്കുക എന്ന് പറയുമ്പം ദൂരയാത്ര കഴിഞ്ഞ് വരുന്ന ഒരാൾ നേരെ കുളിമുറിയിൽ ചെന്ന് തണുത്ത വെള്ളത്തിൽ കുളിച്ച് ഫ്രഷായി വരുന്ന ഒരു അനുഭവമില്ലേ, ആന്തരികമായി സാധകന് അങ്ങനെ ഒരു അനുഭവം വരും. ആ അനുഭവം സ്ഥിരമായിരിക്കും, സ്ഥായിയായിരിക്കും ചെയ്യും. അയാൾ സന്തുഷ്ടനായിരിക്കും. അയാളുടെ മുഖത്ത് എപ്പോഴും പുഞ്ചിരി ഉണ്ടാവും, പ്രസന്നതയുണ്ടാവും. അപ്പം ഈ യോഗസൂത്രത്തിൽ അതിന് ചിത്തപ്രസാദനം എന്ന വാക്കാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ആളുകൾ മനപ്രസാദത്തോടു കൂടി ജീവിക്കട്ടെ എന്ന്. അപ്പോൾ അതിനുവേണ്ടി ഹംസവിദ്യയിലേക്ക് വരികയും അത് വിധിപ്രകാരം അഭ്യസിച്ച് ഈ ആനന്ദം അനുഭവിക്കാൻ വേണ്ടി മുന്നോട്ട് വരണം. സന്തോഷം. ഈ ഹംസവിദ്യ എന്ന് പറയുന്നത് കേരളത്തിനകത്ത് വളരെ പഴയ ആൾക്കാർ കേട്ടിട്ടുണ്ടായിരിക്കാം. പുതിയ തലമുറയ്ക്ക് ഈ ഹംസവിദ്യയെ പറ്റി വലിയ ധാരണ ഉണ്ടായിരിക്കില്ല. സ്വാമിജി വളരെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻ കൊടുത്തതിനും കൂടുതൽ ആൾക്കാർ ഓരോ ദിവസവും ഹംസവിദ്യ പഠിക്കാനുള്ള ഒരു താല്പര്യം കാണിക്കട്ടെ. അവരുടെ ജീവിതത്തിൽ സന്തോഷം വരട്ടെ. നന്ദി, നമസ്കാരം.